നിലമ്പൂരിൽ മത്സര ചിത്രം തെളിയുന്നു. മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് BJP സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് ഈ അപ്രതീക്ഷിതമായൊരു സ്ഥാനാർത്ഥിത്വമാണ് ഇത്? പ്രതീക്ഷിച്ചിരുന്നോ? ചർച്ചകൾ നടത്തിയിരുന്നോ? ഇല്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നലെയാണ് ഒരു തീരുമാനം ഏകദേശം എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു തീരുമാനമായത്. ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആരുമായിട്ടായിരുന്നു ചർച്ചകൾ നടത്തിയിരുന്നത്? എന്നെ ഇങ്ങോട്ട് വിളിക്കായിരുന്നു. നോബൽ മാത്യു വിളിച്ചു, അതേപോലെ ജോർജ് സെബാസ്റ്റ്യൻ വിളിച്ചു, കുരുവിള മാത്യൂസ് വിളിച്ചു, ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട സുരേഷ് ജി വിളിച്ചു, രാജീവ് ചന്ദ്രശേഖർജി വിളിച്ചു. പിന്നെ ഇവിടുത്തെ ജില്ലാ നേതാക്കന്മാർ ഇന്നലെ ഓഫീസിൽ വന്നിരുന്നു, എൻ്റെ വക്കീൽ ഓഫീസിൽ ഇവരൊക്കെ വന്നിരുന്നു. അങ്ങനെ ഒരു ചർച്ച നടത്തിയിരുന്നു. ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം, ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം, അവിടെ BJPയുടെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് നോക്കിയത്? വലിയ സാധ്യതയല്ലേ? BJPയിലേക്ക് ജനങ്ങൾ ഒഴുകി എത്തുകയല്ലേ, പ്രത്യേകിച്ച് കുടിയേറ്റ ക്രിസ്ത്യാനികൾ. ഇപ്പം ഞാൻ ഇന്നലെ വന്ന എൻ്റെ ഓഫീസിൽ വന്ന പല ആളുകളും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു BJPക്ക് നല്ല ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പഴയകാല കേരള കോൺഗ്രസ് കുറച്ച് പേര് ഇപ്പം കുറേ പേര് BJPയിലേക്ക് വരും. ഇന്നലെ തന്നെ ഞങ്ങൾ ഒരുപാട് ചർച്ച നടത്തിയപ്പം കുറച്ച് കേരള കോൺഗ്രസ് വന്നിരുന്നു ഇവിടെ. താങ്കളുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എന്തൊക്കെ ഘടകങ്ങളായിരിക്കും പരിഗണിച്ചിരിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്? എല്ലാ ഘടകങ്ങളും പരിഗണിച്ച് കാണും. എല്ലാ ഘടകങ്ങളും പരിഗണിച്ച് കാണും. അല്ലാതെ BJPയെ പോലുള്ള വലിയ രാഷ്ട്രീയ പാർട്ടി ഒരാളെ വെറുതെ സ്ഥാനാർത്ഥിയാക്കില്ലല്ലോ. തീർച്ചയായിട്ടും എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് കാണും. അരടൻ ഷൗക്കത്തും M സ്വരാജുമാണ് എതിരാളികൾ. എങ്ങനെയാണ് എതിരാളികളെ നോക്കിക്കാണുന്നത്? എതിരാളികളെ പ്രത്യേകിച്ച് നോക്കിക്കാണാനില്ല. ജനങ്ങളല്ലേ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. ജനങ്ങൾ തീരുമാനിക്കട്ടെ. നിലമ്പൂരിൽ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വികസന പ്രശ്നമാണ് ഏറ്റവും കൂടുതലായിട്ട് കാര്യം. ഇത് കുടിയേറ്റ അവികസിത മേഖലയാണ്, കുടിയേറ്റ മേഖലയാണ്. ഇവിടെ വികസനം ഉണ്ടാകണം. തീർച്ചയായിട്ടും അതിന് BJP ശക്തമായ പാർട്ടിയാണ്. തീർച്ചയായിട്ടും അതിനെ ചെയ്യും. രാജീവ് ജിയുടെ മുദ്രാവാക്യം വികസിത കേരളം എന്നാണ്. അത് വികസിത നിലമ്പൂരാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഈ കേരള കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തുന്നു, സ്ഥാനാർത്ഥിയാകുന്നു, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് കാണുന്നത്. കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സമ്പത്ത് ഇവിടെ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഞാൻ ചെറുപ്പം മുതൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ KSCയുടെ പ്രവർത്തകനായതാണ്. അതിൻ്റെ നിയമസഭാ പ്രസിഡന്റായി, ജില്ലാ സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡന്റായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, സംസ്ഥാന പ്രസിഡന്റായിട്ട് മത്സരിച്ചു. അന്ന് മത്സരം ഉണ്ടായി. അങ്ങനെ ഞാൻ അതിനകത്ത് സജീവ പ്രവർത്തകനായിരുന്നു 47 വർഷമായിട്ട്. ഇവിടെ കുടിയേറ്റ മേഖലയിൽ എനിക്ക് നല്ല ബന്ധമുണ്ട്, അടിവേരുകളുണ്ട്. സഭയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമാണ് താങ്കളുടെ ഒരു അനുകൂല ഘടകം. സഭയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ നിലയിലുള്ള സഭാ വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണോ? അതും ഉണ്ട് പ്രതീക്ഷ. ഞാൻ സഭയുമായിട്ട് മാത്രമല്ല, ഞാനിവിടെ സാമൂഹ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. കഴിഞ്ഞ 40 വർഷമായി സാമൂഹ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. നാളെ മുതൽ പ്രചരണം ആരംഭിക്കുമോ? തീർച്ചയായിട്ടും ആരംഭിക്കും. പ്രചരണം ആരംഭിക്കും. പത്രികാ സമർപ്പണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതെല്ലാം പാർട്ടി ചെയ്യുമല്ലോ. പാർട്ടി ചെയ്യും.